നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നിർണായകമായ ഇടപെടൽ ആവശ്യമായിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ നടപടിക്രമങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകാധിപത്യത്തോടുകൂടി പെരുമാറുന്നു എന്നത് ഇന്ത്യ മുന്നണിയുടെ മാത്രമല്ല, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം തന്നെ പൊതു ആവശ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ മാറ്റുക എന്നുള്ള ആവശ്യം രൂപീകരിക്കപ്പെടുകയാണ്. പക്ഷപാത നിലപാട് തന്നെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടക്കുന്നത്. ഞങ്ങൾക്ക് EVM-ൽ വിശ്വാസമില്ല, ബാൻ EVM, അതൊരു മുദ്രാവാക്യമായി, അതൊരു സ്ലോഗനായി കൃത്യമായി അവതരിപ്പിക്കപ്പെടുകയാണ്. നാളിതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി പരിശോധിച്ചാൽ കഴിഞ്ഞ ഏതാനും നാളുകളായി, പ്രത്യേകിച്ചും 2024 വർഷത്തിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പും അതിനോട് അനുബന്ധിച്ച് നടന്ന 2 പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നടന്ന അട്ടിമറികളെക്കുറിച്ച് കോൺഗ്രസ്, അതായത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോലും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല. സുപ്രീം കോടതി അധ്യക്ഷൻ കൃത്യമായും ഈ കാര്യത്തിൽ ഉചിതമായ നിലപാടെടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ആരായുകയാണ്. നമുക്കറിയാം, സമാജ്വാദി പാർട്ടി നേതാവ് കൂടിയാണ് കപിൽ സിബൽ. മുൻപ് കോൺഗ്രസ് നേതാവായിരുന്ന വ്യക്തി ചാന്ദിനി ചൗക്ക് എന്ന ഡൽഹിയിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച വ്യക്തിയാണ്. 2009-14 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ്. കപിൽ സിബൽ ഇപ്പോൾ നിലവിൽ അഭിഭാഷക സമിതിയുടെ അധ്യക്ഷനാണ്. സുപ്രീം കോടതി അഭിഭാഷക സമിതി കൃത്യമായും ഇപ്പോൾ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകളും ഏറെ പ്രസക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷത്തുള്ളവരെ കള്ളക്കേസിൽ കുടുക്കി അവരെ കുറ്റവിചാരണ ചെയ്യുന്ന വിദ്യകളെക്കുറിച്ച് നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷത്തുള്ളവർ അഴിമതിക്കാർ എന്ന് പറയുകയും അവരെ ഒരു വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിക്കുകയും അവർ BJP-യിലെത്തുമ്പോൾ ആ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് അവരുടെ അഴിമതിയെല്ലാം, അതായത് അഴിമതിക്കാരെ മുക്തമാക്കി അവരെ ക്ലീൻ ചെയ്ത് അയയിൽ വിരിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ BJP അവലംബിക്കുന്നത്. ഈ മാർഗം എന്താണ്, ഈ പോളിട്രിക്സ് എന്താണ് എന്നുള്ളത് പ്രിയങ്ക ഗാന്ധി വീണ്ടും വീണ്ടും എടുത്താരായുന്ന ഒരു കാര്യമാണ്. അജിത് പവാർ അടക്കമുള്ള നിരവധിയായ നേതാക്കളെ ഉദാഹരണ സഹിതം കൃത്യമായി പൊളിച്ചടുക്കിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഈ കാര്യം പറഞ്ഞത്. സുപ്രീം കോടതിക്ക് കൃത്യമായും ഈ രാജ്യത്ത് ഉത്തരവാദിത്തമുണ്ട്. നീതിന്യായ സംവിധാനത്തിലാണ് എല്ലാവരും അവസാന അത്താണിയായി, അവസാന ആശ്രയമായി കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് EVM ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പൊടുന്നനെ ഒരു വൺ സൈഡഡ് ആർഗ്യുമെൻറ്റ്, ഒരു വേർഡിക്റ്റ് തയ്യാറാക്കരുത് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് കൃത്യമായി പറയാൻ ഇപ്പോൾ തയ്യാറാകുന്നത്. ഈ നീക്കം എന്തു തന്നെയായിരുന്നാലും അതിൽ ഞങ്ങൾ വിജയം കാണുക തന്നെ ചെയ്യും. ഭാരത് ജോഡോ പോലെ തന്നെ EVM കൃത്യമായും ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ജോഡോ യാത്ര സംഘടിപ്പിച്ച് രാജ്യത്ത് മുഴുവൻ ഇതിൻ്റെ അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള രാഹുലിൻ്റെ തീവ്രമായ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.